നാണയരെ ഏതാ ഈ കുട്ടി? കുളിച്ചുള്ള വെള്ളം ചൂടാക്കിയിട്ടുണ്ടല്ലോ, പച്ചവെള്ളം കോരി വെച്ചിട്ടുണ്ടല്ലോ. നേരെ ഇരുട്ടായി. താൻ വീട്ടിലേക്ക് പോകണില്ലടോ അമ്മേ. എന്നാ പോവാൻ നോക്ക്. മോക്ക് വീടൊക്കെ ഇഷ്ടായോ? ഫാന്റാസ്റ്റിക് ഡാഡി. ദിസ് ഈസ് ടോട്ടലി ന്യൂ ടു മീ. പക്ഷേ ഡാഡി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കുന്നേ? ഇനിയുള്ള കാലം മോളുണ്ടാവുമല്ലോ ഡാഡിക്ക് കൂട്ടായിട്ട്. അത് മതി. ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചതിന്റെ വേദന മുഴുവൻ തീരും. ഇനി ലോകത്തിൽ ഡാഡിക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാൻ മോള് മാത്രമേ ഉള്ളൂ. മോള് കുളിക്കാൻ നോക്ക്. ഡാഡി ഒന്ന് മേലെ കയറിയിട്ട് വരാം. ഏതാ മീനാക്ഷിമേ പുതിയൊരു പെൺകുട്ടി? എനിക്കറിയില്ല എന്റെ രാമനായരെ. ഇന്നലെ മേനോൻ കൂട്ടിക്കൊണ്ടു വന്നതാ. ഇപ്പൊ തരാം മോളെ ചായ. അയാൾ ഇതേ വരെ കറന്നു കൊണ്ടുവന്നിട്ടില്ല. ഇത്രയും കാലായിട്ടേ നമ്മൾ കാണാത്ത കുട്ടി എവിടുന്ന് വന്നു? ഡാഡി ഡാഡിന്നൊക്കെ വിളിക്കണേ കേൾക്കണേ. എനിക്കറിഞ്ഞൂടാ. താൻ അവരോട് ചോളാക്കാൻ പറയാൻ നിൽക്കാൻ ആ പാലിട്ട് കൊണ്ടുവരാ. മോൾക്ക് കുളിക്കാൻ വെള്ളം വെക്കാറായോ? കുളത്തിലല്ലല്ലോ കുളിക്കണേ. കുളം കൊക്കരണി എന്നൊക്കെ പറഞ്ഞാ ആ കുട്ടിക്ക് വല്ലതും മനസ്സിലാവോ? സ്വിമ്മിംഗ് പൂൾ, നാടൻ സ്വിമ്മിംഗ് പൂൾ. ചായ മോളെ. അവറ്റയ്ക്കൊന്നും ഒരു വിവരമില്ല. അന്നേ മോളതൊന്നും കാര്യാക്കണ്ട. ആദ്യമായിട്ട് കാണല്ലേ, ആരാ എന്താന്നൊക്കെ ചോദിക്കും. ആരാന്ന് മനസ്സിലായാ ചോദ്യം നിർത്തും. ഇതൊക്കെ അത്രേ ഉള്ളൂന്നേ. ഓ, അതൊന്നും സാരമില്ല. ആ ചായ ഇങ്ങി തരൂ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ ഡാഡിക്ക്. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് മൈ ഡിയർ. ഉറക്കൊക്കെ സുഖമായിരുന്നു മോളെ? പിന്നെ മോള് കാലത്ത് പത്രം വായിക്കാറില്ലേ? ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഉച്ച കഴിഞ്ഞ് ഇവിടെ കിട്ടൂ. അതിനെന്താ ഡാഡി, എനിക്ക് നന്നായിട്ട് മലയാളം വായിക്കാൻ അറിയാം. വെക്കേഷനെല്ലാം മമ്മീനെ നന്നായിട്ട് മലയാളം പഠിപ്പിച്ചിരുന്നു. അതെനിക്കറിയാലോ മോളെ. എന്നാലും വായിച്ചുള്ള ശീലം ഇംഗ്ലീഷ് പത്രങ്ങളല്ലേ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ചായ കുറച്ചുകൂടി ഒഴിക്കട്ടെ? വേണ്ട, ഞാൻ എടുത്തോളാം.
പിന്നെ ഇവിടെ കുളിയും ദേവാരവും 10-10:30 മോള് കുളിക്കാൻ നോക്കണില്ലേ? വെള്ളം ചൂടാക്കാൻ പറയട്ടെ? വേണ്ടതാണമ്മ, ഞാൻ കുളത്തിലാ കുളിക്കുന്നേ. കുളത്തിലോ? മൂക്കി കുളത്തിലൊക്കെ കുളിച്ച് പരിചയമുണ്ടോ? വേണ്ട, ഇവിടെ കുളിമുറി കുളിച്ചാൽ മതി. എനിക്ക് നീന്തലൊക്കെ അറിയാം ഡാഡി. മോള് വിചാരിക്കണ മാതിരിയുള്ള സ്വിമ്മിംഗ് പൂളൊന്നും അല്ല ഈ കുളം. വഴുക്കലും ചെളിയൊക്കെ ഉണ്ടാവും. സാരമില്ല ഡാഡി, ഞാൻ കുളത്തിലാ കുളിക്കുന്നത്. ഇവനോട് ആരാ ഈ കുളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത്? ആ മീനാക്ഷമ്മ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. എന്നാ അവരെയും കൂട്ടി പൊക്കോട്ടെ, ഒറ്റയ്ക്ക് പോണ്ട. ശരി. അവർക്ക് കഴിക്കാൻ വല്ല ഇഡലിയോ ദോശയോ ഉണ്ടാക്കിയിട്ടുണ്ടോ? പുട്ടിനുള്ള പൊടി വരെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ വേണ്ടത് ഉണ്ടാക്കാം. എന്താ കമലെന്ന് നേരത്തെ കുളിക്കാന്ന് വെച്ചേ? കുട്ടികളുടെ അച്ഛന്റെ ശാരദ ഇന്ന്. മോള് കുളിക്കാൻ നോക്കിയോളൂ. ഞാൻ ഈ കുട്ടിക്ക് തുണയ്ക്ക് വന്നതാ. ഏതാ ഈ കുട്ടി? മേനോന്റെ ചാർച്ചിലുള്ള കുട്ടിയാ, ഊട്ടിയിലാ പഠിച്ചിരുന്നത്. കുട്ടിയുടെ പേരെന്താ? ഉഷ. സൂക്ഷിച്ചിറങ്ങണം കേട്ടോ, വഴുക്കലുണ്ടാവും. നാണുമാരുണ്ടോ അവിടെ? അടുക്കളയെ കാണും. മക്കള് വാ, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ, ഞാൻ ഇപ്പൊ വന്നേക്കാം. രവി, താനും കൂടെ നോക്ക്. സംഗതി അങ്ങ് ഉറപ്പിച്ചു കേട്ടോ. വല്യമ്മ സമ്മതിച്ചു. ഇതിന്റെ പൊരുത്തുകാശ് എനിക്കാ കേട്ടോ. ഇനി അങ്ങേരുടെ തടസ്സം കൊണ്ട് തന്റെ കല്യാണം നടക്കാതിരിക്കണ്ട. താൻ കല്യാണം കഴിക്കാതിരുന്നത് കൊണ്ട് തറവാട് അന്യം നിന്ന് പോയി എന്ന പേര് ദോഷം അങ്ങേർക്കും വേണ്ട. തറവാട് അന്യം നിന്ന് പോകണമെന്ന് എനിക്കും ആഗ്രഹമില്ല. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് കമലത്തിനായിരിക്കും എന്നേ പറഞ്ഞുള്ളൂ. കമലത്തിന് തറവാട് അല്പം ക്ഷയിച്ചതായിരിക്കാം. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ധാരാളം സ്വത്ത്. സ്വത്തിനല്ലല്ലോ ഞാൻ കല്യാണം കഴിക്കുന്നത്. ഏതായാലും താൻ ഭാഗ്യവാനാ. വിധിച്ചതും കൊതിച്ചതും തന്റെ കാര്യത്തിലൊത്തു. മണവാളെന്താടോ ഈ വേഷത്തിൽ? തന്നെ കാത്തിട്ട് മുഷിഞ്ഞ് ഞാൻ ഇറങ്ങി. കാർന്നോറുടെ സംബന്ധം എവിടെ ഒന്ന് പോയതാ. ഞാൻ നേരിട്ട് ക്ഷണിച്ചില്ല എന്ന് പരാതി വേണ്ട. ഊണടിച്ചിട്ട് പോ. ഊണൊന്നും വേണ്ട. 9 മണിക്കല്ലേ മുഹൂർത്തം. ഞാൻ 6 മണിക്ക് എത്തിക്കോളാം. അല്ല, ഇറങ്ങിയോ? ഊണ് കഴിച്ചോ? നാളെ അച്ഛനെ കൂട്ടി വരില്ലേ? പിന്നെ തന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ പിന്നെ ആരുടെ കല്യാണത്തിനാ വരിക? വരട്ടെ, നാളെ കാണാം. ഏമാനെ, കമലമ്മ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നെയോ? അതെ. എവിടെയുണ്ട് കമലം? എവിടെയുണ്ട്? എന്താ കമലം? എന്താ കമലം ഈ നേരത്തെ ഇവിടെ? ഒറ്റയ്ക്കേ ഉള്ളൂ? നാളെ നമ്മുടെ കല്യാണമായിട്ട് എന്തിനാ കാണണമെന്ന് പറഞ്ഞത്?
കരയാതിരിക്കൂ. ആരെങ്കിലും കേട്ടു വന്ന എന്ത് വിചാരിക്കും? എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്നെ രക്ഷിക്കണം. സംഗതി പറയൂ. കമലത്തിന് എന്താ വേണ്ടേ? എന്നോട് ആലോചിച്ചിട്ടല്ല അച്ഛനും കല്യാണത്തിന് സമ്മതിച്ചത്. പണവും പ്രതാപവുമുള്ള ആളെ കിട്ടിയപ്പോ അച്ഛൻ മറ്റെല്ലാം മറന്നു. എനിക്ക് എന്റെ അപ്പേട്ടിനെ മറക്കാൻ സാധിക്കില്ല. അച്ഛനറിയാം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന്. ഈ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ ഞാൻ ജയിലിലിട്ട മാതിരിയായിരുന്നു. ഇന്ന് എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെയൊരു അപമാനം ഉണ്ടാക്കി വെച്ചതിന് എന്നോട് ക്ഷമിക്കണം. കമലത്തോടൊരു വാക്ക് ചോദിക്കാതിരുന്നത് എന്റെ തെറ്റായിപ്പോയി. പണവും പ്രതാപവും കൊണ്ട് കമലത്തെ വിലയ്ക്ക് വാങ്ങിക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് എനിക്കറിയുമില്ല. ഞാൻ കാരണം ഒരിക്കലും കമലം ദുഃഖിക്കേണ്ടി വരില്ല. എന്താ കമലം? നാണുവരെ ഒന്ന് കാണാൻ വന്നതാ. നാണുമാൻ അമ്പലത്തിലോട്ട് പോയിരിക്കുക. എന്താ വേണ്ടേ? നാണുമ്മ വരാൻ ചിലപ്പോ വൈകും. എന്താ പറഞ്ഞോളൂ. കുട്ടികളുടെ അച്ഛന്റെ ശാരദ എന്ന് അവിടെ വെച്ച ഒന്നുമില്ല. ഇപ്പൊ കുളത്തിലുണ്ട സ്ത്രീയല്ലേ അത്? അതെ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. വന്നപ്പോഴേക്ക് സാധനം കാണാനില്ല. ഇത്ര നേരം കൊണ്ട് താൻ ഇത് എങ്ങനെ സാധിച്ചോ അമ്മേ? വയസ്സും പ്രായമായിന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ വായന്ന് വല്ലതൊക്കെ കേൾക്കും. അപ്പൊ ഈ പറഞ്ഞേക്കാ വരുന്ന ഇരിപ്പുണ്ടോ? തന്നെ കണ്ടാ കുളിക്കണല്ലോ. ഞാനും താനും അറിയാതെ എവിടെയാ പോവാ? ഇത് പലതവണ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ മനഃപൂർവ്വം കണ്ണടക്കുക. ചോദിക്കാത്ത എളുതരാക്കി എടുക്കരുത്. ഇതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഞങ്ങൾ തീർന്നോട്ട് വെച്ചിട്ടാ. അല്ലാണ്ട് തന്നെ പേടിച്ചിട്ടൊന്നുമല്ല ചോദിക്കാനേ പറയാണ്ടിരിക്കണേ. ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത് വെച്ചേ ഞാൻ 7 നില മാളിക പണിതിരിക്കാണല്ലോ. താൻ ഒന്ന് മനസ്സിലാക്കാം. ഈ കട്ടുകൊണ്ട് പോയാൽ അതുകൊണ്ട് ഗതി പിടിക്കില്ല. ആവശ്യമുള്ളത് ചോദിച്ചിട്ട് എന്തെങ്കിലും തനിക്ക് ഇതേവരെ തരാതിരുന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാ അത് ചെയ്യണത്? അത് ചിലരുടെ ജന്മവാസനയാ.
കുട്ടികളുടെ പിറന്നാൾ വല്ലതും ഉണ്ടോ വീട്ടിലെ? കുട്ടികളുടെ പിറന്നാളല്ല, ഭർത്താവിന്റെ രാത്തൂട്ടില. പക്ഷെ എന്റെ വീട്ടിലല്ല, കമലത്തിന്റെ വീട്ടിലിരുന്ന് മാത്രം. എന്നാ തനിക്ക് നേരത്തെ അങ്ങ് പറയാറുന്നില്ലേ? കമലത്തിന്റെ വീട്ടിലെന്ന് പറഞ്ഞപ്പോ നായര് ചാട്ടം നിന്നൂലേ? രാവും പകലും അഹോരാത്രം പണിയെടുക്കണം. ബാക്കിയുള്ളവരെന്തെങ്കിലും ചോദിച്ചാ ഇറക്കാൻ വന്നേക്കണമായ കാർന്നവരൊരു ഭാവം. ദാരിദ്ര്യം കൊണ്ട് വല്ലപ്പോഴും വല്ലതൊന്ന് ചോദിക്കണതും ഇതന്നെ ഒരു താപ്പാന്ന് വെച്ച് നടക്കുന്നതും വ്യത്യാസമുണ്ടോ? നമുക്ക് അവകാശമില്ല, മറ്റത് അവകാശപ്പെട്ടതാണല്ലോ. ആ പെണ്ണിനെ വെള്ളത്തിലാക്കിയതിന്റെ പാപം ഇങ്ങനെയെങ്കിലും കൊടുത്ത് തീർക്കട്ടെ. മഹാപാപം പറയരുത്, തന്റെ നാവ് ഉഴുത്തു പോവുള്ളൂ. ഈ ഒരു മനുഷ്യനല്ലെങ്കിൽ തന്നെ ഇവിടെ കാലുകുത്താൻ സമ്മതിക്കോ? എത്ര തവണ താൻ തുള്ളിച്ചാടി പോയിട്ടുള്ളതാ. പിന്നെ എന്തായാലും വരുമ്പോ കേറ്റി നിർത്തണം. എന്തുകൊണ്ടാ? അങ്ങേർക്ക് തന്നെ വേണം. എന്റെ കുട്ടി, ഇങ്ങേര് എന്തൊക്കെയാ ഈ പറയണത്? ആ മനുഷ്യനെ പറ്റി പുറത്തിറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്കണം. അപ്പൊ അറിയാം ആളെത്ര പുണ്യാളനെന്ന്. കല്യാണത്തിന്റെ തലേ രാത്രി സ്ഥലം വിട്ടോനെ ആള് ഒരു മനസാക്ഷിയുള്ളവനെ ചെയ്യോ? അതുകൊണ്ട് ആ പെണ്ണിന് എന്തു പറ്റി? കൊള്ളരുതാത്തൊരുത്തനെ കെട്ടേണ്ടി വന്നു. പോരെ? മതി മതി പറഞ്ഞ് കള്ളു പുറത്തു പോണു. കടക്കാനല്ലേ പറഞ്ഞ്? ഇനി താൻ ഒരു അക്ഷരം മിണ്ടിയാ ഞാൻ കാണണോ എന്താ നടക്കാന്ന്? വേണോ? നിങ്ങൾ പോയിക്കോളൂ. ആ സ്ത്രീ പറയണത് ഒന്നും കണക്കാക്കണ്ട. ഇത് ആദ്യത്തിൽ നിന്നല്ല 100ാമത്തെ തവണയാണ്. ഇത് എന്താ വെച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ വേറെ ഒരിടത്തും നിർത്തില്ല. അതുകൊണ്ടാ മോൾ അപ്പുറത്ത് വന്ന് അച്ഛനെ ചായ കുടിക്കാൻ വിളിച്ചോളൂ. ചെല്ലു.